ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ടുള്ളൊരു പുട്ടാണ്. ഇത് എല്ലാവർക്കും നല്ലതാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. ഈ റാഗി കൊണ്ടുള്ള ഏത് വിഭവവും നല്ലതാണ്. അപ്പം ഞാൻ 2.5 ടേബിൾ സ്പൂൺ റാഗി എടുത്തു. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം കാണുള്ളൂ, ഒരെണ്ണം അല്ല അല്പം മിച്ചം കാണുള്ളൂ. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. 1 സ്പൂൺ അരിപ്പൊടി ഇട്ട്, റാഗി തന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇച്ചിരി ടേസ്റ്റ് ഉള്ളത് ഒരല്പം അരിപ്പൊടി ഇടുന്നതാണ്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ അതിലേക്ക് ചേർക്കുന്ന 1 നുള്ളു ജീരകമാണ്. ജീരകം കഴിഞ്ഞ് പിന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങായും ചേർക്കുന്നുണ്ട്. നമ്മളതൊന്ന് മിക്സ് ചെയ്യുവാണ്. കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. അധികം വെള്ളം വേണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പാകത്തിനുള്ള നനവായോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കയ്യിലൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അത് പാകത്തിനുള്ള നനവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീയെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പിലേക്ക് വെച്ച് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കുക്കറിൻ്റെ വെയിറ്റ് ഇല്ലാതെ അത് മൂടിയിട്ട് ഇനി നമ്മൾ വെള്ളമൊന്ന് ഇപ്പം തന്നെ ഉടനെ ആയി വരും. എന്നിട്ട് നമുക്കിത് കുട്ടിയിലേക്ക് പോകും. അപ്പോൾ ഇത് ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കാൻ കൊള്ളാവുന്നൊരു ഇതാണ് കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഇല്ലെന്നാ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം എപ്പോൾ വേണേലും. ഒത്തിരി അളവ് കഴിക്കരുത്. റാഗിക്കാണെങ്കിലും കാലറിയൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പക്ഷേ വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട് അരിയേക്കാളും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് റാഗി നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ റാഗി ആണെങ്കിലും നമ്മൾ ഡയബറ്റിക്കാർ ഏത് ഭക്ഷണമാണെങ്കിലും മിതമായിട്ട് കഴിക്കാവുള്ളൂ. ഒത്തിരി കഴിക്കരുത്, അളവ് കുറയ്ക്കണം. ഇതുണ്ടോ നമ്മളെടുത്തത് നിറഞ്ഞില്ല, 1/4 ഭാഗം നിറയാറായുണ്ട്. ഇനി ഇതൊന്ന് ആവി വന്ന് ഒരു 2 മിനിറ്റ് ആവി കയറുമ്പോഴത്തേനും ഇത് നമുക്കെടുക്കാം. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാവേ. ഉണ്ടോ നമ്മുടെ അടിപൊളി ചിരട്ടപ്പുട്ട്. ഇതാണ് നല്ല ഹെൽത്തിയാണേ. എന്നാൽ അധികം അളവില്ല. ഈ ഒരെണ്ണം കഴിച്ചാൽ മതി ഒരു നേരം. ഡയബറ്റിക്കൊക്കെ ഉള്ളവർ അതിൽ കൂടുതൽ കഴിച്ചാൽ അധികമായി പോകും. ഇത് നമുക്ക് കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ പഴവോ എന്ത് വേണേലും കൂട്ടി കഴിക്കാം. അവനവന് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ കടലക്കറി കഴിക്കുന്ന ഇച്ചിരി കൂടെ നല്ലതാണ്. അത് പ്രോട്ടീനാണല്ലോ. അപ്പം അങ്ങനെ ഗ്രീൻ പീസൊക്കെ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളിയായിട്ടുള്ള ചിരട്ടപ്പുട്ട്, അതായത് റാഗിപ്പുട്ട്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം. നല്ല മയമൊക്കെ ഉണ്ട്, കണ്ടോ നല്ല മയമുള്ള പുട്ടാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.